ഹലോ. ഞാനിപ്പോ എന്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം വിചാരിച്ചൊരു വീഡിയോ ചെയ്യാം. നമ്മുടെ ബ്രെയിനോട് സൂപ്പർ സ്ലീപ്പാണ്. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നൊരു വീഡിയോ ചെയ്യാം. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളെ ഈ ഡെലിവറി ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒട്ടും കേൾക്കാൻ താല്പര്യമില്ലാത്ത പക്ഷെ നമ്മൾ ഏറ്റവും കേൾക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റി പറയാമെന്ന് വിചാരിച്ചു. ഓക്കെ. സോ അപ്പൊ ദ ഫസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ് സംഭവം എന്താന്ന് വെച്ചാൽ നന്നായിട്ട് ആഹാരം കഴിക്കണേ, എന്നാലേ നന്നായിട്ട് പാൽ കൊടുക്കാൻ പറ്റുള്ളൂ. നന്നായിട്ട് നോക്കണം നിന്നെ, എന്നാലേ നിനക്ക് കൊച്ചിനെ നോക്കാൻ പറ്റുള്ളൂ. നമുക്കെന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ബേബി. പക്ഷെ അങ്ങനെയല്ല, നമ്മള് മനുഷ്യരാണ്. നമ്മൾ കഴിച്ചാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. മറ്റേ ഈ നിങ്ങളെ നോക്കിയാലേ കൊച്ചിനെ നോക്കാൻ പറ്റുള്ളൂ, കൊച്ചിന് പാൽ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള സാധനം വേണ്ട. പിന്നെ നമ്മൾ കേൾക്കണ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ഡെലിവറിക്കൊക്കെ മുന്നേ വരെ നമ്മളെ മറ്റേ തലയിലെടുത്ത് വെച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ. ഈ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നിന്നെ കാണാൻ വിളിച്ച്, ഞാൻ കൊച്ചിനെ കാണാൻ വിളിച്ചായിരിക്കും. എന്നാ പിന്നെ ഒരു 18 വർഷം കഴിഞ്ഞ് വിളിച്ചാൽ മതി, കൊച്ചിനെ മാത്രം കാണാനാണെങ്കിൽ. അല്ലെങ്കിൽ അവന് സ്വന്തമായിട്ടൊരു ഫോണൊക്കെ ആകുമ്പോഴത്തേക്ക് അപ്പൊ വിളിച്ചാൽ മതി. വെറുതെ എന്തിനാ വിളിച്ചാൽ നമ്മളെ സമയം ബുദ്ധിമുട്ടിക്കണം. ഇത് ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് അവർക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ. എവിടെയെങ്കിലും പോകാനായിട്ട് ആരെങ്കിലും വിളിക്കേ, ആരെങ്കിലും വന്ന് പറയേ, എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ, ഉടനെ ഡിസൈഡ് ചെയ്യണം എല്ലാരും. യോ നീ പോണ്ട, കൊച്ചിന് പോകാൻ പറ്റൂല, അമ്മ പോണ്ട, തീരുമാനിച്ചവരാ. മനസ്സിലായില്ലേ? അവരാരുടെയും തീരുമാനിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് പോണോന്നാ, എനിക്ക് എന്ത് തോന്നുന്നെന്നാ, എന്റെ അഭിപ്രായം എന്താന്നൊന്നുമില്ല. അവരങ്ങ് തീരുമാനിക്കുകയാണ് പോണ്ട. മടക്കി 4 മടക്കി വെച്ചിരുന്ന മതി കയ്യിൽ. ഓക്കെ. പിന്നെ സ്ഥിരം കേൾക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഇതൊന്നും നിനക്ക് വേണ്ടിയല്ല ചെയ്യണത്, കൊച്ചിന് വേണ്ടിയാണ്. എന്നാ പിന്നെ കൊച്ചിനെ എന്നാ ചെയ്താൽ പോരെ, എന്തിനു വെറുതെ എന്റെ അടുത്തൊന്ന് കാണിക്കണം? കാണിക്കായിരുന്നു അതെന്താ നിനക്ക് വേണ്ടിയല്ല ചെയ്യാൻ. ഇതൊക്കെ ഞാൻ ഇത്ര കൂളായിട്ട് പറയുമെങ്കിലും എവിടെയെങ്കിലും ഒക്കെ നമുക്ക് വിഷമം തോന്നില്ല, അത് ഞാൻ പറയുന്നില്ല. മറ്റേ മോസ്റ്റ് പാമ്പേർഡ് ആയിട്ട് വളർന്നിട്ട് പെട്ടെന്ന് ഒരാൾ വരുമ്പോഴത്തേക്കും ആ സ്ഥാനം മാറുന്നതിന്റെ വിഷമം അവർക്ക് അറിയാൻ പറ്റുള്ളൂ. ഈ പണ്ടൊക്കെ നമ്മളെ കാണാൻ വന്നോണ്ടിരുന്നവര്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് സംസാരിക്കാൻ വിളിച്ചോണ്ടിരുന്നവര്, അല്ലെങ്കിൽ നമ്മളെങ്ങനെ ചുറ്റിപ്പറ്റിയൊക്കെ നിന്നവര്, പെട്ടെന്ന് ഒരാൾ വരുമ്പോഴത്തേക്കും ഓണന്നിരിപ്പുണ്ടാ, എന്നാ വരായിരുന്നു, നിന്നെ കാണാനല്ല അവനെ കാണാനാണ് വന്നതേ, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. പണ്ട് മറ്റേ ഈ നമ്മളെ കാണാൻ വരണ ആൾക്കാരായിരുന്നു ഇവരൊക്കെ, മനസ്സിലായില്ലേ? പെട്ടെന്ന് അങ്ങ് ഷിഫ്റ്റ് ആവേണവര്. പക്ഷെ ഐ വുഡ് ലൈക്ക് ടു സേ, നിങ്ങൾ ബേബിക്ക് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അത് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് അമ്മമാർക്ക് കൊടുത്താൽ ഇറ്റ് വുഡ് ബി ഗുഡ്. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഒക്കെ, അതൊക്കെ വളരെ റിയൽ ആണ്. അതൊക്കെ ഈ വന്ന് പോയ ആൾക്കാർക്ക് അതിനെ പറ്റി അറിയുള്ളൂ. ഇതൊക്കെ എന്തോ പിന്നെ നമ്മുടെ കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നു, ഇതൊക്കെ ഒരു പ്രസവം കഴിഞ്ഞപ്പോ അവർക്ക് മറ്റേ ഇതൊക്കെ വന്നെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അത് അവർക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അങ്ങനെ പറയുന്നത് നമ്മൾ വിചാരിച്ചാണ്. സോ ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും. അപ്പൊ നമുക്ക് അടുത്തൊരു ടോപ്പിക് ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.